സമസ്ത ലീഗ് തർക്കം പരിഹരിക്കാനായി കോഴിക്കോട് നടന്ന അനുരഞ്ജന ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു. ഉടൻ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും അതുവരെ പരസ്യ പ്രസ്താവന പാടില്ലെന്നും നേതാക്കൾക്ക് നിർദ്ദേശം നൽകി. സമസ്തയ്ക്കുള്ളിലെ ലീഗ് അനുകൂല വിരുദ്ധചേരികളുടെ തർക്കം മറനീക്കി പുറത്തു വന്നിട്ട് കാലം കുറയായി. പ്രശ്നപരിഹാരത്തിന് ശ്രമങ്ങൾ നടന്നെങ്കിലും സാധിച്ചില്ല. ഒടുവിൽ ലീഗിലെയും സമസ്തയിലെയും മുതിർന്ന നേതാക്കൾ മുൻകൈയെടുത്താണ് ഇന്ന് ചർച്ച നടത്തിയത്. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ചർച്ച. ഒരു പൂർണ്ണമായ നിലക്കുള്ള ഒരു തീരുമാനം കാണും. എന്നിട്ട് എല്ലാവരും അതിനുള്ള പരിഹാരമൊക്കെ കണ്ട് അടുത്തന്നെ എല്ലാവരെയും അറിയിക്കും. പിന്നെ അതുവരെ ഇനി പരസ്പരം ഈ വിഷയത്തിനോട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രസ്താവനകളോ എന്തെങ്കിലും പരിപാടികളോ പ്രവർത്തനങ്ങളൊന്നും രണ്ടു കൂട്ടരെ ആരെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് പ്രത്യേകം അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമസ്തയിലെ ലീഗ് വിരുദ്ധ നേതാക്കളായ ഹമീദ് ഫൈസി അമ്പലക്കടവ്, സത്താർ പന്തല്ലൂർ, ലീഗ് അനുകൂല നേതാക്കളായ സമദ് പൂക്കോട്ടൂർ, മായിൻ ഹാജി, നാസിർ ഫൈസി കൂടത്തായി എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ഭിന്നതകൾ മറന്ന് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകണമെന്ന് ഇരുവിഭാഗം നേതാക്കളും ആവശ്യപ്പെട്ടു. 24 കോഴിക്കോട്.